വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ആ സമരം കേരളത്തിന്റെ വിവിധ ഗ്രാമങ്ങളിലേക്ക് പടരുന്നതിന്റെ ഒരു സൂചനയാണ്. സ്വാഭാവികമായും വളരെ വ്യത്യസ്തമായ വാദങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ആഴ്ചകളായി കേരളത്തിന്റെ തെരുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. വളരെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയുള്ള വാദങ്ങൾ, കോലാഹലങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വൈകുന്നേരം 9 മണിക്ക് നടക്കുന്ന ടെലിവിഷനിലെ ചർച്ചകളിലൂടെ പരസ്പരം കുറ്റപ്പെടുത്തലുകളും ചെളിവാരിയെറിയലും നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ഇന്ന് കേരളത്തിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ദ്രോഹിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതൃത്വമായി രൂപപ്പെട്ട തമിഴ്നാട്ടിലെ ഏതാനും ചില ആളുകളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ പിൻപറ്റിയാണ് തമിഴ്നാട്ടിൽ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന രൂപത്തിലേക്ക് ഒരു വലിയ പരസ്യം തമിഴ്നാട് ഗവൺമെന്റ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അത് തമിഴ്നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിലെ മനുഷ്യർ ചപ്പാത്തിൽ വെച്ച് നിരാഹാര സമരം ആരംഭിച്ച MLA-മാരുടെയും സാധാരണ ജനങ്ങളുടെയും നേതൃത്വത്തിലുള്ള അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വെച്ച കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം, ആ മുദ്രാവാക്യം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിനകത്ത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളർന്നു വരേണ്ട ഒരു പുതിയ സമര രീതിയെ കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് തീർച്ചയായും കേരളം എന്ന് പറയുന്നത് ഇന്ന് കാണുന്നതിന് വ്യത്യസ്തമായി അനുഭവിക്കാവുന്ന സുഖസൗകര്യങ്ങളെയും നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച ഒരു പുതിയ കാഴ്ചപ്പാടാണ്. അത് വളർന്നു വരുന്നതിന് വേണ്ടി മുല്ലപ്പെരിയാറിലെ ഡാം ചിലപ്പം പൊട്ടേണ്ടി വരും. അങ്ങനെ പൊട്ടിയെങ്കിൽ മാത്രമേ കേരളത്തിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് പൊട്ടുന്നതിന് മുമ്പായി തന്നെ അത്തരം ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിന് സമന്വയയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രദേശത്ത് ആരംഭിച്ച ഇത്തരം ഒരു ചെറിയ സമരരീതി കേരളത്തിൽ ചപ്പാത്തിൽ നിന്ന് തുടങ്ങി കണ്ണാട്ടിക്കുളത്തുകൂടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അലയടിക്കുന്ന ഒരു സമരമായി മാറും. ആ സമരം കണ്ട് നിയമസഭയ്ക്കകത്ത് ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സങ്കുചിതമായ താല്പര്യത്തിനകത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കണ്ണു തുറക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാ വിധത്തിലുള്ള വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യം.